2.5 മണിക്കൂറോളം ആകുമ്പോഴും 3.5 കിലോമീറ്റർ മാത്രമാണ് വിലാപയാത്രയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നത്. അഭിലാൽ, ഇപ്പോൾ നേരത്തെ ചില പോയിന്റുകൾ നിശ്ചയിച്ചിരുന്നു ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം. പക്ഷേ നിലവിൽ ഇത്രയും വളരെ പതുക്കെ പോകുന്നു. ആലപ്പുഴയൊക്കെ എത്തുമ്പോഴേക്കും വലിയ ഒരു ആൾത്തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നിശ്ചിത, പ്രത്യേകിച്ചും ഹൈവേയിലേക്ക് കയറിയാൽ കുറച്ച് ദൂരമൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ വിലാപയാത്ര നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? കൃത്യമായി പറഞ്ഞിരിക്കുന്ന പോയിന്റുകളിൽ മാത്രം കാണാനുള്ള സൗകര്യം അങ്ങനെയാണോ? നിശ്ചയിക്കപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 30-ന് താഴെ ഇടങ്ങൾ മാത്രമായിരുന്നു സന്ദേശമായി മാധ്യമപ്രവർത്തകർക്കടക്കം ലഭ്യമായിരുന്നത്. അത് തിരുവനന്തപുരത്ത് പട്ടമോ കേശവദാസപുരമോ മാത്രമായിരുന്നു പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഈ 3 കിലോമീറ്ററിനുള്ളിൽ കടന്നു വരുന്ന ഭാഗത്ത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ ആളുകൾ വാഹനത്തിനടുത്തേക്ക് വരുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വാഹനം നിർത്തുകയാണ്. കാരണം സ്വാഭാവികമായും കാത്തു നിൽക്കുന്ന ആളുകളുടെ മനസ്സിന്റെ മാനസികമായ പ്രയാസം, അവരുടെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പരമപ്രധാനമാണ്. കാരണം ഏറെക്കാലം രാഷ്ട്രീയ രംഗത്ത് നിലനിന്ന ഒരാളുടെ അവസാന യാത്രയാണ്. അതിൽ ഒരു നോക്ക് അവരെ കാണുക, അദ്ദേഹത്തെ കാണുക, ഒപ്പം തന്നെ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക, ആ ഒരവസരം അവർക്ക് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന്റെ ഭാഗമായി സാധാരണഗതിയിൽ തന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ എത്രത്തോളം വേഗത, സാവധാനം ഉള്ള നടത്തത്തിൽ എത്രത്തോളം വേഗത കൈവരിക്കും, അതിനപ്പുറത്തേക്ക് ഒരു വേഗത്തിലേക്ക് കടന്നു പോകാൻ വാഹനത്തിന് കഴിയുന്നില്ല. സെക്രട്ടേറിയറ്റ് പടിക്കൽ മുതൽ 100 കണക്കിന് ആളുകൾ വാഹനത്തിനൊപ്പം അകമ്പടിയായി തന്നെ നടന്നു പോവുകയാണ്. അങ്ങനെ നിരവധി ആളുകൾ ഈ വിലാപയാത്രയുടെ ഭാഗമായി കാൽനടയായി കൂടി പങ്കുചേരുന്നുണ്ട്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഒന്നും തന്നെ ഈ വാഹനത്തിന് അല്ലെങ്കിൽ വിലാപയാത്രയ്ക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. 2 മണിക്കൂർ പിന്നിടുമ്പോൾ ഏറെക്കുറെ 3 കിലോമീറ്റർ ദൂരമാണ് പിന്നിടാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ ഇനിയുള്ള 145 കിലോമീറ്ററോളം ദൂരം എത്ര സമയം കൊണ്ട് പിന്നിടാൻ കഴിയും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന ഒരു രാത്രിയുടെ 12 മണിക്കൂർ സമയം കൂടി എടുത്താൽ പോലും ഒരുപക്ഷെ VS അച്യുതാനന്ദന്റെ അന്ത്യയാത്ര അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ അതിലും ഏറെ സമയം വേണ്ടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പട്ടം പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. ഇനി കേശവദാസപുരവും ഉള്ളൂരും ഒക്കെ തന്നെ കടന്നു പോകണം. അങ്ങനെ വലിയ ഇനിയിപ്പോൾ വൈകുന്നേര സമയം എന്ന് പറയുമ്പോൾ 4:30 സമയം പിന്നിട്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഈ ടെലിവിഷൻ ചാനലിലൂടെ വിലാപയാത്രയുടെ സ്ഥലങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ അടുത്ത പോയിന്റുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. മഴ ഏറെക്കുറെ പൂർണ്ണമായി മാറി നിൽക്കുന്നു. നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ വഴിയോരത്തേക്ക് എത്തുകയും ഈ വിലാപയാത്രയുടെ ഭാഗമാവുകയും VS അച്യുതാനന്ദനെ ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയും ചെയ്യും. കാരണം രാത്രി സമയമാണെങ്കിൽ പോലും വീടിന് തൊട്ട് അടുത്തേക്ക് എത്തുക, ദേശീയപാതയുടെ വഴിയോരങ്ങളിലേക്ക് എത്തുക, രാത്രി എത്ര വൈകിയാലും VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാനുള്ള ഒരാഗ്രഹം, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ ആളുകൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴിയോരങ്ങളിൽ സ്ഥാനം പിടിക്കും. അവർക്കൊക്കെ തന്നെ VS അച്യുതാനന്ദനെ കാണാനുള്ള ഒരു അവസരമുണ്ടാകും. അതൊരു പക്ഷേ ഒന്ന് കഴിയുന്ന കൂടുതൽ ആളുകൾക്ക് VSനെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ട്. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിശ്ചയിക്കപ്പെട്ട പോയിന്റുകൾ വളരെ വിരലിലെണ്ണാവുന്നത് മാത്രമാണ് എങ്കിൽ കൂടുതൽ ആളുകൾ വാഹനത്തിനരികിലേക്ക് എവിടെയൊക്കെ എത്തിച്ചേരുന്നു അവിടെയൊക്കെ വാഹനം 1 മിനിറ്റോ അതല്ലെങ്കിൽ സെക്കൻഡുകളോ ാണ് കടന്നു പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ഈ വിലാപയാത്രയ്ക്ക് കൈവരിക്കാനും കഴിയുന്നില്ല. അഭിലാലാണ് വിവരങ്ങൾ.